+1 എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. അത് ടെക്സ്റ്റിലെ ചാപ്റ്റർ 14 ആണ്, പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ അതായത് ദത്തങ്ങളുടെ അവതരണം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പും സബ്ജക്റ്റീവ് ടൈപ്സും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ എ ജോമെട്രിക് ഡയഗ്രം? ജോമെട്രിക് ഡയഗ്രത്തിന്റെ കീഴിൽ വരുന്നത് ഏതാണ്? ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, ഒജീവ്സ്, ഫ്രീക്വൻസി പോളിഗോൺ. അതിന്റെ ആൻസർ ബാർ ഡയഗ്രാം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഫ്രീക്വൻസി ഡയഗ്രാം? ആൻസർ ഹിസ്റ്റോഗ്രാം ആണ്. അതിനകത്ത് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് ഉണ്ട്: ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം, ആൾ ദി എബോവ് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഹിസ്റ്റോഗ്രാം. To draw a time series graph, time is presented on x-axis, y-axis, any of two. Answer x-axis. Name the types of graphs. Graphs ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. Name the types of graphs. 1-dimensional graph, 2-dimensional graph, 3-dimensional graph, pictograms. State whether true or false. The width of bars in a bar diagram need not be equal. Answer true. Second one, the width of rectangles in a histogram should essentially be equal. Answer false. Next question, histograms can only be formed with a continuous classification of data. True. Histogram and a column diagrams are the same method of presentation of data. True. Next one, mode of a frequency distribution can be drawn graphically with the help of histogram. True. Sixth one, the median of a frequency distribution cannot be drawn from the ogive. True. Which of the following is a cumulative frequency curve? Cumulative frequency curve താഴെ പറയുന്നവയിൽ ഏതാണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിന്റെ ഒജീവ് ആണ് ആൻസർ. തന്നിരിക്കുന്നത് ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ഒജീവ്, പൈ ഡയഗ്രാം. ആൻസർ ഒജീവ്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റബ്സ്. ക്യാപ്ഷൻസ് റെഫർ ടു ദി കോളം ഹെഡിങ്സ്. കോളം ഹെഡിങ്സിനാണ് ക്യാപ്ഷൻ. ആൻഡ് സ്റ്റബ്സ് റെഫർ ടു ദ റോ ഹെഡിങ്. റോ ഹെഡിങ്ങിനാണ് സ്റ്റബ്സ് എന്ന് പറയുക. അപ്പൊ ക്യാപ്ഷൻസും സ്റ്റബ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ കോളം ഹെഡിങ് ആണ് ക്യാപ്ഷൻ, റോ ഹെഡിങ് ആണ് സ്റ്റബ്സ്. അതുപോലെ സോഴ്സ് നോട്ട്, അത് എന്താണ്? ഗീവ്സ് ഒറിജിൻ ഓഫ് ഡേറ്റ. ക്യാപ്ഷൻസ് കോളം ഹെഡിങ്സ്, സ്റ്റബ്സ് റോ ഹെഡിങ്സ്. ഫുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് ഫീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഡയഗ്രാം ആർ മോർ എഫക്റ്റീവ് ഇൻ റെപ്രസെന്റിംഗ് ദ ഫോളോയിങ്? ആൻസർ സിമ്പിൾ ബാർ ഡയഗ്രാം, then subdivided or component bar diagram, then pie diagram. ഇതുമാണ് പ്രധാനമായിട്ട് പറയുന്ന ആൻസേഴ്സ്. The name different types of diagrams. The different types of diagrams are geometric diagram, bar diagram, pie diagram, etc. Then again frequency diagram. Frequency diagram എന്ന് പറയുന്നത് composition of population of Delhi by region. അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി ഡയഗ്രത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി ഡയഗ്രാം ഏതെല്ലാമാണ്? ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് ഒജീവ് എന്നിവയാണ് ഫ്രീക്വൻസി ഡയഗ്രത്തിൽ വരുന്നത്. ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് ഒജീവ് എന്നിവയാണ്. ഇതിനിടയിൽ ഫ്രീക്വൻസി ഡയഗ്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതതിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവ് ഒജീവും. പിന്നെ നിലവിലുള്ളതാണ് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് എന്നുള്ളത്. അതായത് ചോദ്യം ഇതാണ്,
പലതരത്തിലുള്ള ഡയഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതെല്ലാമാണ്? നെയിം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്. അതിന്റെ ആൻസർ ആണ് ജോമെട്രിക് ഡയഗ്രാം. ജോമെട്രിക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ബാർ ഡയഗ്രാം ഉണ്ട്, പൈ ഡയഗ്രാം ഉണ്ട്. ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഫ്രീക്വൻസി കർവ് ഒജീവ് ഉണ്ട്. പിന്നെ തേർഡ് വൺ ആണ് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. Then diagrams and graphs help us visualize the whole meaning of numerical complex data at a single glance. Comment. You know, one of the most convincing and appealing ways in which statistical results may be presented is through diagrams and graphs. The special feature of graphs and diagram is that they do away with the figures altogether. Diagrams and graph is a statistical method which can be used for simplifying the complexity of quantitative data and make them easily intelligible. ഇതിന്റെ മീനിങ് എന്താ? അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് സൗകര്യപ്രദമായി ഉപയോഗിച്ചു പോകുന്ന ഒരു രീതിയാണ് ഡയഗ്രത്തിലൂടെ, ഗ്രാഫിലൂടെ എല്ലാം ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്പെഷ്യൽ ഫീച്ചർ എന്താണ്? ഡയഗ്രത്തിന്റെയും ഗ്രാഫിന്റെയും എല്ലാം സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ദേ ഡു എവേ വിത്ത് ഫിഗേഴ്സ് ആൾ ടുഗദർ. അവ ഫിഗറോട് കൂടിയാണ് നമുക്കത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ ഡയഗ്രാം ആൻഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കോംപ്ലക്സീവ് ആയിട്ടുള്ള, വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയെ വളരെ ലളിതമായ തരത്തിൽ നമുക്ക് ചിത്രീകരിക്കുവാനും ഈസി വേയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then it presents dry and uninteresting statistical facts in the shape of attractive and appealing pictures and charts. They are important methods of visual aids. They are appealing to the eye of the mind observer. Okay, that is about അതായത് തീർച്ചയായിട്ടും ഡയഗ്രാംസും ഗ്രാഫും അല്ലെങ്കിൽ പ്രധാനമായി ഈ ഡയഗ്രാം എന്ന് പറയുമ്പോഴേക്കും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്റ്റിനെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അഥവാ പിക്ചർ അഥവാ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു വിഷ്വൽ എയ്ഡ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രധാന മെത്തേഡ് എന്ന രീതിയിൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നവർക്ക് ആ ഒബ്സർവറുടെ മൈൻഡിനെ, ആ ഒബ്സർവറുടെ ഐക്ക്, കണ്ണുകൾക്ക് വളരെ വിഷ്വലൈസ് ചെയ്ത് ഒരു കാര്യത്തെ ചിത്രീകരിക്കുവാനായിട്ട് ഇത് യൂസ് ചെയ്യാം. Then the next question ഇതാണ്. There are generally 3 forms of diagrammatic presentation of data. Explain. അതായത് there are various methods of present data, but generally 3 forms of presentation of data are there are which noted below. They are which are noted below. പ്രധാനമായിട്ടും ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോഴേക്കും പല രീതികളുണ്ട്. പൊതുവായിട്ട് 3 രൂപങ്ങളാണ് ഇതിലുള്ളത്. The forms of presentation of data, 3 forms: geometric diagram, frequency diagram, arithmetic line graph. എന്താണ് geometric diagram? What do you mean by geometric diagram? Bar diagram and pie diagram come in the category of a geometric diagram. Geometric diagramത്തിന്റെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ബാർ ഡയഗ്രാമും പൈ ഡയഗ്രാമും. അതിലൂടെ നമുക്ക് ഡേറ്റയെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ബാർ ഡയഗ്രാംസ് ആർ 3 types of, that is simple, multiple and component bar diagrams. അപ്പൊ 3 തരമുണ്ട് ബാർ ഡയഗ്രാം: സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് കോമ്പണന്റ് ബാർ ഡയഗ്രാംസ്. ഫ്രീക്വൻസി ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ആർ generally represented by frequency diagrams like histogram, frequency polygon, frequency curve and ogive. അതായത് സാധാരണ രീതിയിൽ ദത്തങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ നമ്മൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള രീതികൾ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ തലത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പൊതുവായി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി ഡയഗ്രാംസ്. ഫ്രീക്വൻസി ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ വരുന്നതാണ് ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്, ഇതെല്ലാം. ഓക്കെ, എന്താണ് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്? അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് is also called a time series graph, and also it is a method of diagrammatic presentation of data. Diagrammatic ആയിട്ട് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. എ ലൈൻ ഗ്രാഫ് ബൈ ജോയിനിങ് ദീസ് പ്ലോട്ടഡ് പോയിന്റ്സ്. അതായത് ഇവിടെ ഒരു പ്ലോട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നോട്ട് ചെയ്യപ്പെടുന്ന ഓരോരോ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിന്റ്സിലൂടെ നമ്മളത് നോട്ട് ചെയ്ത് ഒരു ലൈൻ വരച്ച് നമുക്ക് കിട്ടുന്നതാണ്
അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് എന്ന് പറയുക. അതിന്റെ മറ്റൊരു പേരാണ് ടൈം സീരീസ്. Then what is an ogive? What is an ogive? Answer: cumulative frequency of any class is equal to the sum of the frequencies of all the classes preceding that class and its own frequency. Example: frequencies are 10, 7, 12, 17, 22. Then cumulative frequencies are 10, 10 plus 7 equal to 17, 17 plus 12 is equal to 29, 29 plus 17 is equal to 46, 46 plus 22 is equal to 68. So cumulative frequency of the last class is the total frequency. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒജീവ് എന്താണ്? ഒജീവ് എന്ന് പറഞ്ഞാല് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് എനി ക്ലാസ്, ഏതൊരു ക്ലാസിന്റെയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അത് എന്തിന് തുല്യമാണ്? ഈക്വൽ ടു ദ സം ഓഫ് ദ ഫ്രീക്വൻസീസ് ഓഫ് ആൾ ക്ലാസ്സസ്. എല്ലാ ക്ലാസിന്റെയും ഫ്രീക്വൻസിയുടെ ആകെ തുകയാണോ അത് പ്രസീഡിങ് ദാറ്റ് ക്ലാസ് ആൻഡ് ഇറ്റ്സ് ഓൺ ഫ്രീക്വൻസി. ആ ക്ലാസ്സിനെ തുടർന്ന് വരുന്നതും അത് അതിന്റെ ഓരോന്നിന്റെയും ആയിട്ടുള്ള അത് കൂട്ടിയെടുക്കുന്ന മൊത്തമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 10, 7, 12, 17, 22. ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത് ആദ്യത്തെ എത്രയാ? 10 തന്നെയല്ലേ. പിന്നെ രണ്ടാമത്തത് 7 അല്ലേ. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 10 + 7 എന്ന് കൂട്ടണം, അപ്പൊ 17 കിട്ടും. പിന്നെ അടുത്ത 17നോട് കൂടി നമ്മൾ എത്ര കൂട്ടണം? 17 + 12 കൂട്ടണം, അപ്പൊ 29 കിട്ടും. 29നോട് പിന്നെ എത്രയാണ്? 29 + 17 കൂട്ടുമ്പോഴേക്കും 46, 46 + 22 68. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലാസ്റ്റ് ക്ലാസിന്റെ എന്താണോ അത് ഇവിടെ ലഭ്യമായ ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും ആ ലാസ്റ്റ് ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുക. ഓക്കെ, ഇനി ഒജീവ് എത്ര വിധം? 2 വിധം, ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും. ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി പ്ലോട്ട് ദി അപ്പർ ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഇൻ എ മോർ ദാൻ ഒജീവില് we plot the lower limit of each class along the x-axis. Then along the y-axis, we plot the cumulative frequencies at the end of each class. Ogive can be drawn even if the class intervals are unequal or open-end. Ogives are performed over frequency curves for comparative study. അപ്പം ലെസ് ദാൻ ഒജീവ് ഉണ്ട്, മോർ ദാൻ ഒജീവ് ഉണ്ട്. ലെസ് ദാൻ ഒജീവ് ആണെങ്കിൽ നമ്മൾ അപ്പർ ലിമിറ്റ്, ഓരോ ക്ലാസിന്റെയും അപ്പർ ലിമിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലായിരിക്കും. മോർ ദാൻ ഒജീവിലാണെങ്കിൽ നമ്മൾ ലോവർ ലിമിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യപ്പെടുക. സോ ഒജീവ് ക്യാൻ ബി ഡ്രോൺ ഈവൻ ഇഫ് ദ ക്ലാസ് ഇന്റർവൽസ് ആർ അൺഈക്വൽ. അതിപ്പോൾ കിട്ടുന്ന ക്ലാസ് ഇന്റർവൽ ഈക്വൽ അല്ല, അത് അൺഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഒജീവിനെ നമുക്ക് വരയ്ക്കുവാനായിട്ട് സാധിക്കും. Illustrate how classes can be formed while presenting the data. ഡേറ്റ പ്രസന്റ് ചെയ്യുമ്പോൾ ക്ലാസ് ഫോം ചെയ്യുന്നതിനെ പറ്റി വിവരിക്കുക. ക്ലാസ്സസ് ഫോം ചെയ്യുന്നത് 2 രീതിയിലാണ്. ക്ലാസ്സസ് ക്യാൻ ബി ഫോംഡ് ഇൻ 2 ways. എക്സ്ക്ലൂസീവ് ക്ലാസ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ്. എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When the class intervals are so fixed that the upper limit of one class is the lower limit of the next class. It is known as the exclusive method classification. അതിനിവിടെ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ മാർക്ക്, അടുത്ത ഇതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മാർക്കിന്റെ ഭാഗത്ത് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 ഇത്രയുമാണ് മാർക്ക് തന്നിരിക്കുന്നത്. ഇനി ആ അടുത്ത കോളത്തിൽ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 0 to 10 15, 10 to 20 ആ ഒരു ഇതിലേക്ക് 17, 20 to 30 അതിന് 22, 30 to 40 30, 40 to 50 39, 50 to 60 45. അപ്പോൾ ഈ മെത്തേഡില് ഹയർ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഇൻ ദ ക്ലാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലാസ് എന്നാ പറയുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? എക്സ്ക്ലൂസീവ് ടൈപ്പ് എന്താണ്? ക്ലാസ് ഇന്റർവൽ ആർ സോ ഫിക്സഡ്. ഇപ്പൊ ക്ലാസ് ഇന്റർവൽ നോക്കിയാൽ 10, 20 എന്ന് പറയുമ്പോൾ 10 അല്ലേ. അപ്പൊ 10 ആണ് അവിടുത്തെ ക്ലാസ് ഇന്റർവൽ. അടുത്തതിൽ എത്ര വരുന്നുണ്ട്? 10, 20. ആ 20 എന്ന് പറയുന്നത് അവിടുത്തെ അപ്പർ ലിമിറ്റ് ആണ്. 10, 20 എന്ന് പറയുമ്പോൾ 10 ലോവർ ലിമിറ്റും 20 അപ്പർ ലിമിറ്റും ആണ്. ആ 20 എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ 20, 30 എന്ന് വന്നു. ആ 30 നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ് വരും. അപ്പോൾ 30, 40 വന്നു. അങ്ങനെയാണ് ക്ലാസ് ഫോം ചെയ്യപ്പെടുന്നത്. സോ വെൻ ദ ക്ലാസ് ഇന്റർവെൽസ് ആർ സോ ഫിക്സഡ് ദാറ്റ് ദ അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ന്യൂ ക്ലാസ്,
പുതിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വന്നാൽ അതിനെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മെത്തേഡിലേക്ക് ആ തന്നിരിക്കുന്നതിനനുസരിച്ച് മാർക്ക് % ആയിട്ട് തന്നിട്ടുണ്ട്. 0 and more but less than 10. 0 10 വരെയാണ്, 10ൽ കൂടുതലില്ല, 10ന് താഴെയുള്ളതായിരിക്കും. എത്ര കുട്ടികളുണ്ട്? 15 പേരുണ്ട്. 10 അതിൽ കൂടുതൽ 20ന് താഴെയുള്ളത് 17 പേരുണ്ട്. 20 30ന് താഴെയുള്ളത് 22 പേരുണ്ട്. 30 40ന് താഴെയുള്ളത് 30 പേരുണ്ട്. 40 50ന് താഴെയുള്ള 39 പേരുണ്ട്. 50 60ന് താഴെയുള്ളത് 45 പേരുണ്ട്. അപ്പോൾ 10 20 20 30 30 40 40 50 50 60 എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ എഴുതുന്നത്. ഇനി ഇതെങ്ങനെ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ എഴുതുന്നത്? ഇൻക്ലൂസീവ് ക്ലാസ്സിൽ ഇതേ ഡേറ്റ തന്നെ കൊടുക്കുമ്പോഴേക്കും ഇപ്പോൾ അതിൽ പറയുക സ്റ്റുഡൻസ് ഗെറ്റ് 39% മാർക്ക് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് 30 to 39 ഇറ്റ് സെൽഫ്. അപ്പൊ 39% സ്റ്റുഡൻസിന് മാർക്ക് കിട്ടിയത് 39% എന്ന് പറയുമ്പോഴേക്കും ആ 39% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പൊ മാർക്ക് 0 to 9 വരെയുള്ള കുട്ടികൾക്ക് അപ്പോഴൊരു ഈക്വൽ ഇന്റർവൽ അല്ല, അത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, അതേപോലെ തന്നെ 10 to 19 8, 20 to 29 7, 30 to 39 13, 40 to 49 25. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് നോക്കിക്കേ. അതായത് കഴിഞ്ഞ എക്സ്ക്ലൂസീവിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അവിടെ വന്നു 10. ഇതങ്ങനല്ല, 0 to 9. ദെൻ അടുത്തത് എന്താ വന്നത്? 10 to 19. അപ്പോഴെത്ര വന്നു? 10 9 എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് സ്റ്റുഡൻസ് ഗെറ്റ് 39% മാർക്ക് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് 30 to 39. അപ്പൊ ക്ലാസ് എങ്ങനെ വന്നു? 30 to 39 ഇറ്റ് സെൽഫ്. അങ്ങനെ ഏത് രീതിയിലാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഒരു ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഒരു ബാർ ഡയഗ്രാം? ഒരു ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് ഈസ് ആൻസർ ആയിട്ട് പറയുന്നത് 1 ഡയമെൻഷണൽ ഡയഗ്രാം ആണ്. ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ ഡയഗ്രാം ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും ഡേറ്റ റെപ്രസെന്റഡ് ത്രൂ ഹിസ്റ്റോഗ്രാം ക്യാൻ ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് ഗ്രാഫിക്കലി ദി മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഒജീവ്സ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഇൻ ലൊക്കേറ്റിംഗ് ഗ്രാഫിക്കലി ദി. ഒജീവ്സ് ഗ്രാഫിക്കലായിട്ട് എന്ത് ലൊക്കേറ്റ് ചെയ്യാനാണ്? മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഡേറ്റ റെപ്രസെന്റഡ് ത്രൂ അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ലോങ് ടൈം ട്രെൻഡ്. അതായത് അരിത്തമെറ്റിക് ലൈനിലൂടെ റെപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റ എന്ത് മനസ്സിലാക്കുന്നതിനാണ് സഹായിക്കുന്നത്? അതിന്റെ ആൻസർ ആണ് ലോങ് ടൈം ട്രെൻഡ്. അടുത്തൊരു ചോദ്യം, പോയിന്റ് ഔട്ട് മേജർ പാർട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിള് നാം കൺസിഡർ ചെയ്താൽ ഒരു ടേബിള് അതിന് പ്രധാനമായിട്ടും 8 പാർട്സ് ആണ് ഉണ്ടായിരിക്കുക. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ഹെഡ് നോട്ട്, സ്റ്റബ്, ബോക്സ് ഹെഡ് ഓർ ക്യാപ്ഷൻ, ബോഡി ഓർ ഫീൽഡ്, ഫുട് നോട്ട്, സോഴ്സ് നോട്ട്. ടേബിളിന് ഒരു നമ്പർ ഇടണം, അതിനൊരു ടൈറ്റിൽ കൊടുക്കണം, അതിനൊരു ഹെഡ് നോട്ട്, എന്നുവെച്ചാൽ ടൈറ്റിന് കൂടാതെ തന്നെ ഒരു തലവാചകം എന്ന രീതിയിൽ കൊടുക്കണം. അതുപോലെ സ്റ്റബ്, അതിൽ റോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ട്. ദെൻ ബോക്സ് ഹെഡ് ഓർ ക്യാപ്ഷൻ, ബോഡി ഓർ ഫീൽഡ്, ഫുട് നോട്ട്. ഫുട് നോട്ട് മീൻസ് പേജിന്റെ എൻഡ് ലെവലിൽ കൊടുക്കുന്നതാണ് ഫുട് നോട്ട്. ദെൻ സോഴ്സ് നോട്ട്. ഇത്രയുമാണ് അതിൽ വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ റൂൾസ് ഓഫ് കൺസ്ട്രക്ടിങ് ടേബിൾസ്. ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്? യു നോ ദ റൂൾസ് ഓഫ് കൺസ്ട്രക്ടിങ് ടേബിൾ ഓർ ഡയഗ്രാംസ് ആർ എവറി ഡയഗ്രാം ഷുഡ് ബി ടൈറ്റിൽഡ്. ഡയഗ്രാം അഥവാ ടേബിൾ എന്ന് പറയുമ്പോൾ അതിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് സ്യൂട്ട് ദ സൈസ് ഓഫ് പേപ്പർ. അതിന്റെ പേപ്പർ സൈസുമായിട്ട് അത് സ്യൂട്ട് ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി നീറ്റ് ആൻഡ് അട്രാക്റ്റീവ്. അത് വളരെ ആകർഷകമായിരിക്കണം, നീറ്റ് ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി നീറ്റ്ലി ഇൻഡെക്സ്ഡ്. അതായത് അതിന്റെ നമ്പർ, ഇൻഡെക്സ് നമ്പർ എന്ന രീതിയിൽ കൊടുക്കേണ്ടതൊക്കെ അതൊക്കെ കറക്റ്റ് ചെയ്ത് നീറ്റായിട്ട് എടുത്ത് കൊടുക്കണം. ദെൻ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഫുട് നോട്ട്സ്. ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും അതിനൊരു ഫുട് നോട്ട് ഉൾപ്പെടുത്തി കൊടുത്തിരിക്കണം. Then again, the last one, the details in the diagram should be self-explanatory. ഡയഗ്രത്തിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴേക്കും അത് സെൽഫ് എക്സ്പ്ലനേറ്ററിയും ആയിരിക്കണം. ദെൻ
explain the advantages of diagrammatic presentation. Diagrammatic presentation advantages എന്തെല്ലാമാണ്? ഡയഗ്രാം ഗിവ് എ ക്ലിയർ പിക്ചർ ഓഫ് ഡേറ്റ. ഒരു ഡേറ്റയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ ഡയഗ്രാം സഹായകമാണ്. 2, കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ് ഈസി. താരതമ്യം വളരെ വേഗത്തിൽ ചെയ്യാം. 3, ഡയഗ്രാംസ് ക്യാൻ ബി യൂസ്ഡ് യൂണിവേഴ്സിറ്റി അറ്റ് എനി പ്ലേസ്. അതായത് നമുക്ക് വൈഡ് ലെവലില് എവിടെയായിരുന്നാലും ഡയഗ്രത്തെ യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് എനർജി. സമയവും അതുപോലെ എനർജിയും സേവ് ചെയ്യാൻ സഹായകമാണ്. ദെൻ ദ ഡേറ്റ ക്യാൻ ബി റിമെമ്പേർഡ് ഈസിലി. ഡേറ്റയെ വളരെ വേഗത്തിൽ നമുക്ക് ഓർത്തിരിക്കുവാൻ സഹായകമാണ്. ഓക്കെ, പൈ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സ് എന്തെല്ലാമാണ്? ഗീവ് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൈ ഡയഗ്രാം. അതിന്റെ ആൻസർ, എ പൈ ഡയഗ്രാം ഈസ് ആൾസോ എ കോമ്പണന്റ് ഡയഗ്രാം. അതൊരു കോമ്പണന്റ് അഥവാ കമ്പോണന്റ് എന്നൊക്കെ പറയാം. കമ്പോണന്റ് ഡയഗ്രാം ആണ്. ബട്ട് അൺലൈക്ക് എ കമ്പോണന്റ് ബാർ ഡയഗ്രാം, എ സർക്കിൾ ഹൂസ് ഏരിയ ഈസ് പ്രൊപ്പോർഷണലി ഡിവൈഡ്. ഇതൊരു ബാർ ഡയഗ്രാം പോലെ ആയിരിക്കില്ല, ഒരു ലൈൻ അല്ല വരയ്ക്കുക, മറിച്ച് ഒരു സർക്കിളാണ് വരയ്ക്കുക. അപ്പോൾ സർക്കിള് അതിന്റെ ഉള്ളിൽ വരുന്ന ഏരിയനെ അതിനെ ആനുപാതികമായിട്ട് ഡിവൈഡ് ചെയ്യും. അതും അതിന്റെ കമ്പോണൻസിനുള്ളിൽ തന്നെയാണ് അത് റെപ്രസെന്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എ പൈ ചാർട്ട്. ഇതിനെ പൈ ചാർട്ട് എന്ന പേരിലും പറയുന്നുണ്ട്. ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ആസ് മെനി പാർട്സ് ആസ് there are components by drawing straight lines from the center to the circumference. അതായത് ആ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ ഉൾപ്പെടുന്ന ഭാഗം, ആ ഏരിയ ഉൾപ്പെടുന്ന സർക്കിളിന്റെ ഏരിയ ഉൾപ്പെടുന്ന ഭാഗത്ത് അതിനുള്ളിലായിട്ട് ഓരോ ലൈൻ വരച്ചിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധാരാളം ഭാഗങ്ങൾ അതിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ വൺസ് അഗെയിൻ, എ പൈ ഡയഗ്രാം ഈസ് ആൾസോ എ component diagram, but unlike a component or component bar diagram, a circle whose area is proportionally divided among the components it represents. It is also called a pie chart. The circle is divided into as many parts as there are components by drawing straight lines from the center to the circumference. The following steps in the preparation of pie diagram are also noted here. Then the four main steps എന്ന് പറയുന്നത്, കൺവേർട്ട് ഈച്ച് കമ്പോണന്റ് ആസ് പെർസെന്റേജ് ഓഫ് ദി ടോട്ടൽ. ടോട്ടലിന്റെ പെർസെന്റേജ് എന്ന രീതിയിൽ ഓരോ കമ്പോണന്റിനെയും കൺവേർട്ട് ചെയ്യണം. ദെൻ മൾട്ടിപ്ലൈ ദ പെർസെന്റേജ് ബൈ 360 by 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 ടു കൺവേർട്ട് ഇൻ ടു ഡിഗ്രി. അതായത് പെർസെന്റേജ് എന്ന രീതിയിൽ കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യണം. പെർസെന്റേജിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 360/100 = 3.6 എന്നുള്ള രീതിയിൽ അതിനെ എന്നിട്ട് ഡിഗ്രിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക എന്നാ പറയുന്നത്. ദെൻ സ്റ്റാർട്ടിങ് വിത്ത് 12 o'clock പൊസിഷൻ, ക്ലോക്ക് വൈസിൽ എന്ന രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ട്. അപ്പോൾ ആ സർക്കിൾ വരക്കാനായിട്ട് സാധിക്കുക. ഡ്രോ ദ ലാർജസ്റ്റ് കമ്പോണന്റ് സർക്കിൾ, ഡ്രോ അതർ കമ്പോണന്റ്സ് ഇൻ ക്ലോക്ക് വൈസ് സക്സഷൻ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് എന്ന രീതിയിലാണ് അതിന്റെ വരയ്ക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എക്സെപ്റ്റ് ഫോർ ഈച്ച് ആൾ കമ്പോണൻസ്. ഓരോ കമ്പോണൻസിന്റെയും ആ ഒരു മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് അത് വരയ്ക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. ദെൻ പൈ ഡയഗ്രാം എന്നാൽ എന്താണ്? പൈ ഡയഗ്രാം ഈസ് എ കോമ്പോണന്റ് ഡയഗ്രാം, ബട്ട് അൺലൈക്ക് component bar diagram, a circle whose area is proportionally divided among the components it represents. It is also called a pie chart. The circle is divided into as many parts as there are components by drawing straight lines from the center to the circumference. Pie charts usually are not drawn with the absolute values of a category. അതായത് ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോഴേക്കും ആ സർക്കിളിന്റെ ഏരിയ ഉൾപ്പെടുന്ന പ്രതലമാണ് ഉദ്ദേശിക്കുന്നത്. Then the values of each category are first expressed as percentage of the total value of all categories. Total values of all categories. അപ്പോൾ ഓരോ കാറ്റഗറിയുടെയും വിഭാഗത്തിന്റെയും വാല്യൂ എന്ന് പറയുമ്പോഴേക്കും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജ് ടേംസ് എന്ന രീതിയിലായിരിക്കും. അത് പെർസെന്റേജ് ടേംസ് എടുക്കുന്നത് ടോട്ടൽ വാല്യൂസ് എടുത്തുകൊണ്ടായിരിക്കും. ആ ടോട്ടൽ വാല്യൂസ് ആൾ കാറ്റഗറിയിലുള്ള എടുത്തിട്ട് അതിന്റെ പെർസെന്റേജ് എന്ന രീതിയിലായിരിക്കും ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൈ ചാർട്ടിലെ സർക്കിള് അതിന്റെ വാല്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് വാല്യൂ ഓഫ് റേഡിയസ് ഈസ് തോട്ട് ഓഫ് ഹാവിംഗ് 100 equal parts ഓഫ് 3.6 ഡിഗ്രി എന്നാ പറയുക. അപ്പോൾ ടു ഫൈൻഡ് ഔട്ട് ദി ആംഗിൾ ദ കമ്പോണന്റ് ഷാൾ സബ്ടെൻഡ് അറ്റ് ദി സെന്റർ ഓഫ് ദ സർക്കിൾ
each percentage figure of every component is multiplied by 3.6 degree. ആ 3.6 എന്ന് പറയുമ്പോൾ ഇതിനൊരു അളവുണ്ട്. അതായത് 3607100 എന്നുള്ള ഒരു അളവാണ് ഓരോന്നിനും പറയുക. അതിനെ ഡിഗ്രി തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് 3.6 എന്ന ഡിഗ്രി തലത്തിലേക്ക് വരിക. എന്താണ് ഫ്രീക്വൻസി പോളിഗൺ? വാട്ട് ഡു യു മീൻ ബൈ ഫ്രീക്വൻസി പോളിഗൺ? ഫ്രീക്വൻസി പോളിഗൺ ഒരു പ്ലെയിൻ ബൗണ്ടഡ് സ്ട്രൈറ്റ് ലൈൻ ആണ്. സാധാരണ രീതിയിൽ 4 അതിലധികമോ ലൈൻസ് ഉണ്ടാവാം. ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുമ്പോഴേക്കും ഹിസ്റ്റോഗ്രാമിന് പകരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് ഡിറൈവ് ചെയ്യുന്നത് ഹിസ്റ്റോഗ്രാമിൽ നിന്ന് തന്നെയാണ്. ഫ്രീക്വൻസി പോളിഗണെ തീർച്ചയായിട്ടും ഹിസ്റ്റോഗ്രാമിന് സ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് സ്റ്റഡിങ് ദ ഷേപ്പ് ഓഫ് ദ കർവിന്റെ ഷേപ്പ് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീക്വൻസി പോളിഗന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ അത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്തെന്നാൽ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോൺസിക്യൂട്ടീവ് റെക്ടാംഗിൾസ് ഇന്ന് ഹിസ്റ്റോഗ്രാംസിന്റെ നമ്മളൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന റെക്ടാംഗിൾസിന്റെ ഓരോരോ കോൺസിക്യൂട്ടീവ് ടോപ്പ് സൈഡ് മിഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ മിഡ് പോയിന്റ്സിനെ തമ്മിൽ നമ്മൾ കൂട്ടിയോജിപ്പിക്കണം. അങ്ങനെ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് കിട്ടുന്നത്. സോ വൺസ് അഗെയിൻ, എ ഫ്രീക്വൻസി പോളിഗൺ ഈസ് എ പ്ലെയിൻ ബൗണ്ടഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ്, യൂഷ്വലി 4 or more lines. A frequency polygon is an alternative to histogram and it is also derived from histogram itself. A frequency polygon can be fitted to a histogram for studying the shape of the curve. The simplest method of drawing a frequency polygon is to join the midpoints of the top side of the consecutive rectangles of the histogram. Then frequency curve എന്താണ്? The frequency curve is obtained by drawing a smooth freehand curve passing through the points of the frequency polygon as closely as possible. അതായത് ഒരു ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് വരച്ചു പോകുമ്പോഴേക്കും ആ വരയ്ക്കുന്നതിന്റെ ഇതിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും ഇറ്റ് മേ നോട്ട് ബി നെസസറിലി പാസ് ത്രൂ ആൾ ദ പോയിന്റ്സ് ഓഫ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗണിന്റെ എല്ലാ പോയിന്റ്സിലൂടെയും ഇത് ടച്ച് ചെയ്ത് പോകണമെന്ന നിബന്ധനയൊന്നുമില്ല. എന്നാൽ ഇത് ബട്ട് ഇറ്റ് പാസസ് ത്രൂ ദം ആസ് ക്ലോസ്ലി ആസ് പോസിബിൾ. എന്നാലും അത് ഫ്രീക്വൻസി പോളിഗണിലൂടെ ഫ്രീക്വൻസി കർവ് അത്യാവശ്യം ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഇത് ഫ്രീക്വൻസി കർവ് നമുക്ക് ലഭ്യമാകുന്നത് ഒരു സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് ഫ്രീക്വൻസി പോളിഗണിലൂടെ അതിന്റെ പോയിന്റ്സിലൂടെ ടച്ച് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കത് ലഭ്യമാവുക എന്ന് പറയാം. ദെൻ ഒജീവിന്റെ മറ്റൊരു നെയിമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. 2 types ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഉണ്ട്. അത് ലെസ് ദാൻ ഒജീവ് എന്നും മോർ ദാൻ ഒജീവ് എന്നും എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ലെസ് ദാൻ ഒജീവ് മോർ ദാൻ ഒജീവ് എന്ന് പറയുമ്പോഴേക്കും ഈ ലെസ് ദാൻ ഒജീവിന്റെ കേസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് പ്ലോട്ട് ചെയ്യപ്പെടുന്നത് എഗൈൻസ്റ്റ് ദ റെസ്പെക്റ്റീവ് അപ്പർ ലിമിറ്റ്സ് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽസ്. എന്നാൽ മോർ ദാൻ ഒജീവ് ആണെങ്കിൽ അത് നാം റെപ്രസെന്റ് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് അതിന് പ്ലോട്ട് ചെയ്യുന്നത്. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് രേഖപ്പെടുത്തുന്നത് എഗൈൻസ്റ്റ് റെസ്പെക്റ്റീവ് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽസ്. An interesting feature of these two ogives together is that their intersection point gives the median. അതാണ് ഇവിടുത്തെ രസകരമായ കാര്യം. രണ്ടിന്റെയും കൂടിയുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് ആയിരിക്കും മീഡിയൻ എന്നുള്ള ഒരു വാല്യൂ നമുക്ക് നൽകുന്നത്. ഓക്കെ. ദെൻ അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. ഒരു അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റൊരു പേരാണ് ടൈം സീരീസ് ഗ്രാഫ് എന്നും പറയുന്നുണ്ട്. റിയലി ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അതായത് ഡേറ്റയെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇൻ ഇറ്റ് ടൈം റെപ്രസെന്റേഷൻ ഈസ് ആൾസോ ദയർ. ടൈം മീൻസ് അവർ, ഡേ, ഡേറ്റ്, വീക്ക്, മന്ത്, ഇയർ എക്സെട്ര. ആൾ ദീസ് ആർ പ്ലോട്ടഡ് എലോങ് ദി എക്സ് ആക്സിസ്. ആൾ ദീസ് ആർ according to the circumstances plotted along the x-axis and the value of the variable that along the y-axis. Variable means time series data ആണ്. അത് y-axisലും represent ചെയ്യുന്നു. Then a line graph by joining these plotted points. ഇവിടെ പ്ലോട്ട് ചെയ്യപ്പെടുന്ന രേഖപ്പെടുത്തുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോഴേക്കും thus obtained and it is called arithmetic line graph. ടൈം സീരീസ് ഗ്രാഫ് എന്നും മറ്റൊരു പേരുണ്ട്. ഇതെന്തിനാ? ഇതിന്റെ യൂസ് എന്താ? ഇറ്റ് ഹെൽപ്പ് us understanding the trend, periodicity, etc. in long term
time series data. Okay. Then what about the forms of presentation of data? Data presentation ഉള്ള forms ഏതൊക്കെയാണ്? That is textual data, tabular data, diagrams, graphs, prepare a flow chart. Then again, forms of presentation of data consists of textual, tabular, diagram of graphs. Then diagram of graphs എന്ന് പറയുമ്പോൾ 3 types: geometric diagrams, frequency diagrams, arithmetic line graph. Then geometric diagrams again divided into bar diagrams and pie diagrams. Then frequency diagrams are divided into histogram, frequency curve, frequency polygon, etc. Then ogives represented less than ogive and more than ogives. Then again bar diagrams. Bar diagrams are usually classified into simple bar diagrams, multiple bar diagrams, component bar diagrams and subdivided bar diagram. Component subdivided bar diagrams എന്നതിന് ഒരു പേരുണ്ട്. Then again percentage bar diagrams. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ പഠന വഴികളിൽ പരീക്ഷയെ ബേസ് ചെയ്ത് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.